ഹലോ! ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു സ്ത്രീ ഒരു പുരുഷനെ ആദ്യമായി കാണുമ്പോൾ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്കും കൂടി ചെയ്യണേ. സോ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. ഫസ്റ്റ് പോയിന്റ്, മുഖവും ഭാവങ്ങളുമാണ്. ഒരു വ്യക്തിയുടെ മുഖവും കണ്ണുകളുമാണ് സ്ത്രീകൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുന്നത്. മുഖം എന്നത് സൗന്ദര്യം എന്നതിലുപരി വ്യക്തിപരമായ ശ്രദ്ധയും ശുചിത്വവും എത്രത്തോളം ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു. വൃത്തിയായി വെട്ടിയൊതുക്കിയ മുടിയും താടിയും അതേപോലെ മുഖത്തെ തിളക്കവും, അതായത് ചർമ്മത്തിൻ്റെ ആരോഗ്യം, ഇതൊക്കെ എല്ലാ സ്ത്രീകൾക്കും പെട്ടെന്ന് തന്നെ ഒരു പുരുഷനോട് ആകർഷണം തോന്നുന്ന കാര്യമാണ്. ഇതിലും ഏറ്റവും വലിയ പ്രധാനം എന്ന് പറയുന്നത് നിങ്ങളുടെ പുഞ്ചിരിയും കണ്ണിൻ്റെ സൗഹൃദപരമായ നോട്ടവുമാണ്, അതായത് ഐ കോണ്ടാക്റ്റ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, മുഖത്ത് നോക്കി ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഒരു പുഞ്ചിരി നൽകുന്നത് ഇതൊരു സൗഹൃദപരമായ സമീപനമാണ് എന്ന് മാത്രമല്ല, ഇതൊരു നല്ല സന്ദേശം കൂടി നൽകുന്നു. എന്നാൽ കണ്ണിൽ നോക്കാതെയുള്ള സംസാരം ആത്മവിശ്വാസമില്ലായ്മയായി കണക്കാക്കപ്പെട്ടേക്കാം. ഇനി രണ്ടാമത്തെ പോയിന്റ്, വസ്ത്രധാരണ ശൈലിയും അതേപോലെ തന്നെ നിങ്ങളുടെ വൃത്തിയുമാണ്. പുരുഷന്റെ വസ്ത്രധാരണ രീതിയും വ്യക്തിപരമായ ശുചിത്വ നിലവാരവും ആദ്യ കാഴ്ചയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടും. വസ്ത്രത്തിന്റെ വിലയേക്കാൾ അത് വൃത്തിയുള്ളതും അവസരത്തിന് അനുയോജ്യമായതുമാണോ എന്നതാണ് പ്രധാനം. വസ്ത്രം ഇസ്തിരിയിട്ടതാണോ, കളർ ചേർച്ചയുണ്ടോ, പാകത്തിലാണോ ധരിച്ചിരിക്കുന്നത്, ഷൂസ് വൃത്തിയുള്ളതാണോ എന്നെല്ലാം സ്ത്രീകൾ ശ്രദ്ധിക്കും. പിന്നെ നഖങ്ങളുടെ വൃത്തി, ശരീരത്തിലെ വിയർപ്പ് ഗന്ധമില്ലായ്മ എന്നിവയും സ്ത്രീകൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ വില കൂടിയ ഷർട്ടിനേക്കാൾ വൃത്തിയും വെടുപ്പുമുള്ളതും ശരീരത്തിന് ഇണങ്ങിയതുമായ ഒരു സാധാരണ ഷർട്ടും പാൻറ്റുമായിരിക്കും കൂടുതലും എല്ലാവരും ശ്രദ്ധിക്കുന്നത്. കാരണം അത് നിങ്ങളുടെ ശ്രദ്ധയും ഉത്തരവാദിത്വ ബോധവും കാണിക്കുന്നു. ഇനി മൂന്നാമത്തെ പോയിന്റ്, ശരീരഭാഷയാണ്, അതായത് ബോഡി ലാംഗ്വേജ്. സംസാരമില്ലാതെ തന്നെ ഒരാളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒന്നാണ് ശരീരഭാഷ. പുരുഷന്റെ നിൽപ്പ്, ഇരിപ്പ്, നടത്തം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസം പ്രകടമാകുന്നത് ആ വ്യക്തി നേരെ നടക്കുന്നു, നിവർന്നു നിൽക്കുന്നു ഒക്കെ കൊണ്ടാണ്. കൈകൾ കെട്ടി നിൽക്കുക, കൂനിക്കൂടിയിരിക്കുക തുടങ്ങിയവ നെഗറ്റീവ് ഇംപ്രഷനാണ് ഉണ്ടാക്കുന്നത്. ഒരു ഉദാഹരണം കൂടി നോക്കുകയാണെങ്കിൽ, നടക്കുമ്പോൾ തോളുകളൊക്കെ പിന്നിലേക്ക് വലിച്ച് നിവർന്നു നടക്കുന്നത് ആത്മവിശ്വാസത്തിൻ്റെ സൂചനയാണ്. എന്നാൽ നിലത്തേക്ക് നോക്കി കൂനിക്കൂടി നടക്കുന്നത് ആത്മവിശ്വാസമില്ലായ്മയോ അല്ലെങ്കിൽ മടിയോ ഒക്കെ കൊണ്ടാണ് എന്നാണ് മറ്റുള്ളവരെ കരുതുന്നത്. നാലാമത്തെ പോയിന്റ്, ഉയരവും ആരോഗ്യവുമാണ്. പൊതുവായി പല സ്ത്രീകളും ആദ്യ നോട്ടത്തിൽ പുരുഷന്റെ ഉയരം ശ്രദ്ധിക്കാറുണ്ട്. ഈ ഒരു ഉയരത്തിനോടൊപ്പം തന്നെ അയാളുടെ മൊത്തത്തിലുള്ള ശരീരവും അവർ ശ്രദ്ധിക്കാറുണ്ട്. ഉയരം ഒരു ശാരീരിക ഘടകമാണെങ്കിലും നല്ല ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്തുന്നതും കായികക്ഷമതയുള്ള വ്യക്തിയായി കാണപ്പെടുന്നതും സ്ത്രീകൾക്ക് പെട്ടെന്ന് തന്നെ ഒരു പുരുഷനോട് ആകർഷണം തോന്നാനുള്ളൊരു കാരണം കൂടിയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അമിതമായി വണ്ണം വെക്കാതെ ഫിറ്റ്നസ് ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി, ഈ ഒരു വ്യക്തി ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രതയുള്ള ആളാണ് എന്നുള്ളൊരു ചിന്ത സ്ത്രീകളിൽ തന്നെ ഉണ്ടാവും. അഞ്ചാമത്തെ പോയിന്റ്, സംസാര രീതിയും പെരുമാറ്റവുമാണ്. സംസാരിക്കുമ്പോൾ പുരുഷൻ ഉപയോഗിക്കുന്ന വാക്കുകൾ, ശബ്ദത്തിൻ്റെ നില, മറ്റുള്ളവരോടുള്ള ബഹുമാനം എന്നിവയെല്ലാം സ്ത്രീകൾ പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. മാന്യമായി സംസാരിക്കുക, മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കുക, ഈ കാര്യങ്ങളൊക്കെ എല്ലാ സ്ത്രീകളും
പുരുഷന്മാരിൽ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് തമാശ പറയുന്നത് പോസിറ്റീവായിട്ടുള്ളൊരു ഘടകം കൂടിയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പൊതുസ്ഥലത്ത് വെച്ച് വെയിറ്ററിനോടോ അല്ലെങ്കിൽ ഒരു സുരക്ഷാ ജീവനക്കാരനോടോ ബഹുമാനത്തോടെ സംസാരിക്കുന്നത് ആ വ്യക്തിയുടെ പൊതുവായ സ്വഭാവത്തെക്കുറിച്ച് ഒരു നല്ല സൂചന മറ്റുള്ളവർക്ക് നൽകുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരെ അനാവശ്യമായിട്ട് കളിയാക്കുന്ന സംസാരം, ഇത് ഒരു നെഗറ്റീവ് ഇംപ്രഷനാണ് മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്നത്. ഈ ഘടകങ്ങളെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു വ്യക്തിയെക്കുറിച്ച് നല്ലൊരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാകുന്നത്. ഇതൊക്കെ തന്നെയാണ് എല്ലാ സ്ത്രീകളും പുരുഷന്മാരിൽ ആദ്യം തന്നെ ശ്രദ്ധിക്കുന്നതും. സോ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.